പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ കാർട്ടൂണിലൊക്കെ അല്ലെങ്കിൽ വര ഡ്രോയിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈലൈറ്റ് ചെയ്തിരുന്ന സംഭവം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് അത്രയും ഉണ്ടോ പിള്ളേരുടെ ഉള്ള കഴിവുകള് ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു. പക്ഷെ ഇന്നത് വന്ന് ഈ മ്യൂസിക് റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ ഡാൻസ് ഷോസിലേക്ക് ഒതുങ്ങി പോകുന്നുണ്ടോ എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നമുക്ക് ഈ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓരോ കുട്ടികളിലും അവര് എങ്ങനെ അവരുടേതായിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള അവരുടെ ഉള്ളിലുള്ള ടാലന്റിനെ കൾച്ചർ ചെയ്തിട്ട് അതിനെ പുറത്തെടുത്ത് ഭംഗിയാക്കുന്നതിനേക്കാൾ ഉപരി ഒരു പ്രത്യേക രീതിയിലേക്ക് എത്തിക്കുക, വൈറലാകുക എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക്, അതെ, ലൈം ലൈറ്റിലേക്ക് എത്തുക. എനിക്ക് തോന്നുന്നു ബാഡ് പേരന്റിങ് അതിനൊരു ചിലരാഴ്ച പറയുന്നുണ്ട് ഞങ്ങൾക്കോ പറ്റിയില്ല, പക്ഷെ അത് പലപ്പോഴും നെഗറ്റീവായിട്ടും ഭവിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം യുവജനോത്സവ വേദികളിൽ ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു ഡാൻസ് ഫോം നന്നായിട്ട് അവതരിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ തന്നെ വേണം. അപ്പൊ അങ്ങനെ അവിടെ എത്തിയാൽ തന്നെ ഇതിന്റെ ബാക്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പോഴും. അതായത് ഒരു മെന്റർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ മെന്ററിന് ഒരു സ്റ്റാറ്റസ് ഉണ്ട്. അപ്പൊ ആ മെന്റർ ഒരു ഫസ്റ്റ് പ്രൈസ് മേടിച്ചു കൊടുക്കും എന്നുള്ളത് ഇപ്പൊ ഒരു അലിഖിതമായിട്ടുള്ള ഒരു ഇതായിട്ട് മാറുന്നു. അപ്പൊ അത് നമ്മൾ നേരിട്ട് വസ്തുതാപരമായിട്ട് അത്തരം കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ശരിക്കും അതിനകത്ത് കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റിലൂടെ തന്നെ ആർക്കും അത് അച്ചീവ് ചെയ്യാനും അവരുടെ കഴിവ് എന്താണോ ആ കഴിവിനെ പരമാവധി ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വേണം അതിനെ കൊണ്ടുവരാനായിട്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു ആളുടെ മകൾക്ക് ജില്ലാ തലത്തില് ഫസ്റ്റ് കിട്ടി. പക്ഷെ അതിനുവേണ്ടി ഞാൻ പൊടിച്ച രൂപ എത്രയാണെന്ന് അറിയുമോ? ഞാൻ നിസാരം എന്തോ കേൾക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. 3 ലക്ഷം രൂപ ഈ പഠിപ്പിച്ചു കൊടുത്ത ആൾക്ക് മാത്രമായിരിക്കുന്നത് 1 ലക്ഷം. മേക്കപ്പ്, മറ്റത് കോസ്റ്റ്യൂം, ഒരു പ്രാവശ്യം ഇട്ട മാല വീണ്ടും ഇടാൻ പാടില്ല, ഒരു പ്രാവശ്യം ഇട്ട കോസ്റ്റ്യൂം വീണ്ടും ഇടാൻ പാടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ വേണ്ടി അത് മാത്രം 8ാം ക്ലാസ്സിലാണ് ഇപ്പൊ ആ കുട്ടി. ഈ കുട്ടി 3 വയസ്സ് മുതൽ പഠിക്കുന്നതാ. അപ്പൊ അതിന്റെ ഫീസ് ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ ലക്ഷങ്ങളാണ് ഒരു കുട്ടി കയറി ഫസ്റ്റ് വാങ്ങിച്ചിറങ്ങണമെങ്കിൽ. ഇതിന്റെ പുറകിലുള്ള മാതാപിതാക്കളുടെ എഫേർട്ടോ അതും വേറെ. അല്ലെ, സ്വാഭാവികമായിട്ട് ഇതിനകത്തേക്ക് പൈസ വരുമ്പോ എങ്ങനെ നമ്മൾ നോക്കിയാലും ഇതിനകത്ത് അഴിമതി വരികയാണ് ബാക്ക് സ്റ്റേജിൽ. അതിന് വസ്തുതാപരമായിട്ടുള്ള ചില നമ്മൾ നേരിട്ട് കാണാൻ സാധിക്കും. അവിടെ നമ്മളിപ്പോ ഒരു ഉദാഹരണത്തിന് നമ്മളൊരു യുവജനോത്സവ വേദിയിലെത്തി, നമ്മൾ എല്ലാ കണ്ടസ്റ്റൻസിനെ ഒരുമിച്ച് എടുത്ത് നോക്കുക. ഇവർ ഒരേപോലെയാണ് അവിടെ വേദിയിലെത്തുന്നത്? അവർക്ക് എന്തെങ്കിലും അവിടെ പരിഗണന കിട്ടുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ഗ്രേഡ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും തമാശ നടന്നതാണ്. തലേ ദിവസം തേർഡ് എന്ന് പറയുന്ന ഫസ്റ്റ് കിട്ടുന്ന ഒരു കുട്ടിക്ക്, കിട്ടേണ്ട ഒരു കുട്ടിക്ക് തേർഡ് എന്ന് പറയുന്ന രീതി അനൗൺസ് ചെയ്യുന്നു. തേർഡ് കിട്ടുന്നെങ്കിൽ എ ഗ്രേഡ് വേണം. പിറ്റേ ദിവസം റിസൾട്ട് എടുത്ത് നോക്കുമ്പോൾ ആ കുട്ടിക്ക് സി ഗ്രേഡ് ആണ്. അതായത് ഫസ്റ്റ് കിട്ടുമെന്ന് ജഡ്ജസ് അടക്കം ആളുകൾ അവിടെ ഇരുന്ന് കൈയടിച്ചു പോയ ഇത് നേരിട്ട് കണ്ടതാണ് ഞാൻ. അപ്പോ പിറ്റേ ദിവസം നമ്മുടെ റിസൾട്ട് നോക്കുമ്പോ സി ഗ്രേഡ് കിടക്കുക. അപ്പോ അവര് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു തെളിവ് എവിടെയെന്നാ ചോദിക്കുന്നത്? കാരണം ആരെങ്കിലും നമ്മള് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് ഫോണിലോ അല്ലെങ്കിൽ മറ്റേതിലോ എടുക്കൂലല്ലോ. അപ്പൊ അത്തരം രീതിയില് ഈ പറയുന്ന രീതിയിൽ നമ്മളപ്പോ എവിടെയാണ് നമ്മൾ ചെന്ന് നിൽക്കുന്നത്? അപ്പോ ഈ ഒരു കുട്ടിയെ ഒരു സ്റ്റാറ്റസിലേക്ക് ഉയർത്തണമെങ്കിൽ എന്തും ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം നമുക്ക് ഇവിടെ ഇങ്ങനെ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് വളരെ കഷ്ടമാണ്. ഒരു ഔട്ട്പുട്ട് കളർ കുറഞ്ഞ കലാപ്രതിഭയല്ലേ കലാതിലക ആരാന്ന് നമുക്കറിയാമോ? പക്ഷെ നമ്മൾ കുറെ വർഷം മുമ്പ് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് അറിയാം. നവ്യ നായരൊക്കെ, കാവ്യൊക്കെ, ആ ഒരു മഞ്ജു വാര്യര് എല്ലാം അത് ഭയങ്കര സെലിബ്രിറ്റി സ്റ്റാറ്റസ് അന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ വന്ന് ഇതിന്റെ ഒരു കളർ അങ്ങ് മങ്ങി പോകുന്നുണ്ടോ എന്നുള്ളൊരു. അത് മാത്രമല്ല, ഈ ഇത്തരം രീതികളിലേക്ക് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ക്യാപ്സ്യൂൾ രീതിയിലേക്ക്, അതായത് ഇങ്ങനെ പ്രൈസിന് വേണ്ടിയിട്ട് ഒരു ഐറ്റം പഠിപ്പിക്കുക. ഈ ഐറ്റം പഠിപ്പിക്കുന്നതിന് തന്നെ ലക്ഷങ്ങളാണ് മേടിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കുട്ടിയുടെ ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു മറ്റേ കുട്ടി ഇന്ന വർണ്ണമാണെങ്കിൽ മറ്റേ വർണ്ണം പഠിപ്പിച്ചു തരണമെങ്കിൽ 50,000 രൂപയാണ് മിനിമം. അതായത് വേറൊരു ഡാൻസ് ആണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 50,000 രൂപ മിനിമം. അത് മിനിമം 1 lakh അതിന് എബവ് ആണ്
വേറെ വാങ്ങുന്നേന്ന് ഇതൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്റെ മക്കള് വേണ്ട പഠിത്തം ഇവിടെ തന്നെ നിർത്തിയാലോ. സ്വാഭാവികമായിട്ട് നമ്മൾ പാരന്റ് ചിന്തിക്കും, നമ്മളൊരു ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് നമ്മളൊരു ഡീൽ വെക്കുമ്പോ നമുക്ക് എന്താണ് ബെനിഫിറ്റ്. അപ്പൊ നമ്മൾ പറയുന്നത് നമുക്ക് ഫസ്റ്റ് പ്രൈസ്. അപ്പൊ അതിന് ഒട്ടും താഴേക്ക് നമ്മൾ പോകാൻ തയ്യാറല്ല. അവിടെ എന്ത് സംഭവിക്കുന്നു, ജഡ്ജുമായിട്ട് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ഡീൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നോർമലായിട്ട് ഒരു കുട്ടി അവർ സ്വന്തം സ്ട്രഗിൾ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം ശ്രമം കൊണ്ട് പഠിച്ച് വളർന്ന് അവിടെ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെ തടയാമെന്ന് മാത്രമേ ഈ സിസ്റ്റം നോക്കുന്നുള്ളൂ. അപ്പൊ അത്രയും അതാണ്, ഇതൊക്കെ ആരും അഡ്രസ് ചെയ്യുന്നില്ല. ഇപ്പൊ അടുത്തിടയ്ക്ക് ചില അതിന് നമുക്ക് നമ്മൾ കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ചില വീഡിയോസ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ എന്താ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നത്? അത് രാജന്റെ ഒരു അഭിപ്രായത്തില് എന്താ അവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇത് കുറെ കൂടി സുതാര്യമാക്കുക. നമ്മൾ ഇത്രത്തോളം കാലം പുരോഗമിച്ച് വരുമ്പോഴും പഴയ സിസ്റ്റം തന്നെയാണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന് ഏതൊരാൾക്കും അതില് ക്ലാരിറ്റി അല്ലെങ്കിൽ വളരെ വളരെ എന്താ പറയാ നമുക്ക് സുതാര്യമായിട്ട് എന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവണം. ഇത് അവിടെ അങ്ങനെയല്ല അതിന്റെ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരം ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾ പല രീതിയിലും വഴിതെറ്റുന്നു അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കലാ കായിക മേഖലകളൊക്കെ എവിടെ പോകുന്നു? എന്തിനായിരുന്നു ഈ കലാപ്രകടനങ്ങളും ഈ ഇതുപോലെ ഇത്തരം മാനസികമായിട്ടുള്ള വളർച്ചയൊക്കെ സഹായിക്കുന്ന പ്രകടനങ്ങളാണല്ലോ. അപ്പൊ ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. പറഞ്ഞ പോലെ ഈ മത്സര ബുദ്ധി എന്ന സംഭവമുണ്ട്. ഈ മാതാപിതാക്കൾ പ്രഷർ കൊടുക്കുന്ന ഒരു അവസ്ഥ വേറെയുണ്ട്. ഇത് ഈ പിള്ളേർക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളും ഉണ്ട്. അവർ അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി ലഹരിയിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് വരും. തീർച്ചയായിട്ടും അവരുടെ താല്പര്യം എന്താണ്? ഇപ്പൊ പലപ്പോഴും നമുക്കറിയാം, ഇത്തരം ഒരു ഫോഴ്സ് ചെയ്തിട്ട് നമ്മളൊരു കാര്യത്തിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് കുയിലിനെ പാട്ട് നിർബന്ധിച്ച് പഠിപ്പിക്കുന്നതല്ലോ, അത് സ്വയം പാടുന്നതാണ്. പ്രകൃതിയിലേക്ക് എവിടെ നമ്മൾ എടുത്തു നോക്കിയാലും അവർക്ക് അവരുടേതായിട്ടുള്ള അവർ പ്രകൃതിയായിട്ട് ഇണങ്ങിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരിക്കലും കുയിലിന്റെ അമ്മയോ അല്ലെങ്കിൽ മയിലിന്റെ അമ്മയോ നീ നൃത്തം പഠിക്കൂ, നൃത്തം കളിക്കൂ എന്ന് അവരോട് പറയുന്നില്ല എന്ന പോലെ ഇവർക്ക് ഓരോരുത്തരും യുണീക്ക് ആണെന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഒരു സിസ്റ്റത്തിൽ മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോ മൂന്ന് പേര് മൂന്ന് ആളുകളാണ്. അപ്പൊ ആ 3 പേർക്ക് ആ ഒരു രീതിയിൽ അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ എന്തുകൊണ്ടോ അത് ശ്രമിക്കുന്നില്ല. നമ്മുടെ ചർച്ചകളൊക്കെ മറ്റു പല മേഖലകളിലേക്ക് നടത്തും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ചർച്ചകൾക്കൊക്കെ വലിയ പുറത്ത് ഡെവലപ്ഡ് കൺട്രീസിൽ മെന്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിള്ളേരുടെയൊക്കെ മെന്റൽ ഹെൽത്തിനെ നല്ലപോലെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിവിടെ ആ മെന്റൽ ഹെൽത്ത് മെന്റൽ എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെന്തോ ഒരു രീതി, പക്ഷെ മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന്റെ ആ ഒരു ഡെപ്ത് എന്താന്നുള്ളത് ഇപ്പോഴും മനസ്സിലാക്കുന്നു. ഒരു സൈക്കോളജിസ്റ്റ് പങ്കുവച്ചൊരു കഥയുണ്ട്. ഒരു 2.5 വയസ്സുള്ള കൊച്ചിനെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി മാതാപിതാക്കളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോവാണ്. ഈ കൊച്ചിന് താളമില്ല, ബോധമില്ല, ഒന്നുമില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ജന്മന കിട്ടേണ്ട ഒരു വാസനയാണ്. ഏത് ടാലന്റ് ആയാലും പേരൻസിനുണ്ടെങ്കിലേ മക്കൾക്കൂടെ അത് കിട്ടുള്ളൂ. മത്ത കുത്തിയാൽ കുമ്പളം മുളക്കില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഈ കുട്ടിയെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് പഠിപ്പിച്ച് ഒരു 5 വയസ്സായിട്ടും ഒരു രക്ഷയില്ല. കുട്ടി തെളിഞ്ഞു വരുന്നില്ല. ഈ കുട്ടി മാനസികമായിട്ട് ഭയങ്കര ഡിപ്രഷനിലേക്ക് പോകും. ചെറിയ കുട്ടി 5 വയസ്സുള്ള കുട്ടീനെ ഈ പല മാസ്റ്റർമാരെ മാറ്റും. അവരെ പഠിപ്പിക്കുന്ന കുഴപ്പമാണ്. ഇവര് മെന്റലി ടോർച്ചർ ചെയ്യും. ഭയങ്കര ബാഡ് പേരന്റിങ്ങിന്റെ ഒരു പ്രശ്നങ്ങളാണ്. പിള്ളേരെ ഇതുപോലെ ടോർച്ചർ ചെയ്ത് അവർക്ക് ഈ മെന്റലി പ്രഷർ കൊടുത്ത് ഈ പറഞ്ഞാൽ അവരെ ഇങ്ങനെ വഴിതെറ്റുന്ന പിള്ളേരുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പൊ ചിലര് എപ്പോഴും പറയുമല്ലോ, പണ്ട് ഇതായിരുന്നു പഠിക്കുക, മാർക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിക്കുക. ഇന്ന് അത് മാറി വരികയാണ്. റിയാലിറ്റി ഷോയിൽ കയറുക, എന്ത് കാണിച്ചാലും അതെ, അതാണ് ഇപ്പോഴത്തെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസേ പേരന്റിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ശരിക്കും നമുക്ക് ഒരു പ്രാവശ്യം അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഗസ്റ്റിനെ നമുക്ക് കൊണ്ടുവരണം. കാരണം പറയാൻ കുറെ ഉണ്ട് കാര്യങ്ങൾ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞത് ഇപ്പൊ ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോൺ ടാലന്റ് അല്ലെങ്കിൽ പോലും ആ കുട്ടിക്ക് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം അച്ചീവ് ചെയ്യണമെന്ന് ആ കുട്ടി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ചിലപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ആ കുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇപ്പൊ രാജന്റെ ഓരോ വരകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴാണ് സമകാലികമായിട്ടുള്ള എന്ത് സംഭവം വന്നാലും പെട്ടെന്ന് അതിനെ കാരിക്കേച്ചർ ചെയ്ത് ഇറക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഇപ്പൊ ഒരു പ്രശ്നമാണ് ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ വിഷയം. അത് നമ്മളൊട്ടും അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം. അത് സെൻസിറ്റീവ് ആണെന്ന് അറിയെങ്കിൽ പോലും അതിങ്ങനെ ഇത്രയും നമുക്കൊരു കേസിലേക്കൊക്കെ പോകുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അത് നമുക്ക് വേറെ ബാധ്യതകളൊന്നും ഉണ്ടാക്കിയില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. എക്സ്പ്ലനേഷൻ കൊടുത്തപ്പോൾ അവർക്ക് മനസ്സിലായി. കാരണം നമ്മള്
വ്യക്തമായിട്ടുള്ള ഇന്നതാണ് ഉദ്ദേശിച്ചത്, നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരു ഇന്റൻഷനിലൂടെ അല്ല അത് ചെയ്തിരിക്കുന്നതെന്ന് അവര് തന്നെ നമ്മളോട് അത് പറഞ്ഞു. ഞങ്ങൾ ഇത് ഞങ്ങൾക്ക് അറിയാം, എങ്കിൽ പോലും ഇത് എന്താണ് നിങ്ങൾ എന്നുള്ളത് നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് നമുക്ക് അത്തരം വലിയ വിഷയങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ പലപ്പോഴും ചില ചർച്ചകൾ ഉണ്ടാവും. ന്യൂജൻ ആൾക്കാരൊക്കെ ഇങ്ങനത്തുള്ള ഈ ആക്ഷേപഹാസ്യം ഈ വരുന്ന സോഷ്യലി വരുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കാൻ ഭയങ്കരമായിട്ട് മടിക്കുന്ന അവര് വേറെ എന്തൊക്കെയോ ഒരു ലോകത്താണ് ശരിക്കും. ഇപ്പൊ ന്യൂജൻ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു ലോകത്താണ് അവര്. ടെക്കിന്റെ ആണോ എന്തിന്റെയൊക്കെ ഒരു ലോകത്താണ്. 90 കിഡ്സ് വരെയാണ് കുറച്ചേലും പ്രതികരണ ശേഷി. 2K തൊട്ട് അങ്ങോട്ട് നോക്കിയാൽ അവര് വേറെ അൾട്ടിമേറ്റ്ലി വേറെ ലോകത്താണ്. കാരണം അവർ ജനിച്ചു വീഴപ്പോഴേ മൊബൈല് കയ്യിലുണ്ട്, കംപ്ലീറ്റ് ടെക്നോളജി അവരുടെ കയ്യിലുണ്ട്. വേറൊരു പണ്ടത്തെ ആൾക്കാർ കുറച്ചുകൂടെ പ്രതികരണ ശേഷി ഉള്ളവരായിരുന്നു തോന്നാറുണ്ട്. അത് ഉദാഹരണത്തിന് നമ്മളിപ്പോ ഉറുമ്പുകൾക്ക് ഇങ്ങനെ വരിയിട്ട് പോകുമ്പോഴേ നമ്മളൊരു വര വരച്ചു കഴിഞ്ഞാൽ ചില ഉറുമ്പുകള് ശ്രദ്ധിച്ചറിയാം ഈ ആ വര അവർ ക്രോസ് ചെയ്യാതെ തിരിച്ചു പോകും. അതേസമയം ഒരു ഉറുമ്പെങ്കിലും ചിലപ്പോൾ അതൊന്ന് ചോദ്യം ചെയ്യും, അത് എന്താണ് എനിക്ക് അങ്ങനെ പോയാൽ, എനിക്ക് ആ വര മറികടന്നാൽ എന്താ കുഴപ്പം, ആ ഒരു ഉറുമ്പ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ. എന്ന പോലെ ഈ ഇത്തരം ഇഷ്യൂസിനെ ആരും ഇത് നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് പലരും ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഉദാഹരണത്തിന് നമ്മൾ റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ റോഡിൽ ഒരു കുഴി കാണുന്നുണ്ട്. ഈ കുഴി നമ്മളെ ബാധിക്കുന്നില്ല, കാരണം നമ്മളത് മറികടന്ന് പോയി കഴിയും. പക്ഷെ നമ്മുടെ തൊട്ട് പുറകെ വരുന്ന നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ ഉറ്റവരോടെയോരൊക്കെ ആയിരിക്കും അതിനകത്ത് വീഴാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ പ്രതികരണം ഉണ്ടായാൽ നമ്മുടെ ജീവൻ മാത്രമല്ല നമ്മുടെ കൂടെയുള്ളവരും അവിടെ രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ അത്തരം രീതിയിലേക്കുള്ള ഒരു കൺ തുറക്കാനുള്ള അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അത് തന്നെയല്ലേ ശരിക്കും കാർട്ടൂണിലൂടെ തീർച്ചയായിട്ടും അതാണ് നമ്മൾ ശ്രമിക്കുന്നു. ശരിയാവോ നടപടിയാവോ? അത് ഇനി എന്തായാലും കൂടുതൽ തീർച്ചയായും കൂടുതൽ കാർട്ടൂണുകളും സമകാലികമായിട്ടുള്ള സംഭവങ്ങളും മറ്റുള്ളവരുടെ കണ്ണിൽ പെടാത്ത കാര്യങ്ങള് ഇതൊക്കെ കണ്ടുറന്ന് മറ്റുള്ളവരെ കാണിക്കാനായിട്ട് പറ്റട്ടെ. അപ്പൊ ഞങ്ങളുടെ എല്ലാവരും വിശ്വസും അപ്പൊ നമുക്ക് ഇന്നത്തെ എന്തായാലും മൈൻഡപ്പ് ചെയ്യാല്ലേ. അപ്പൊ എന്തായാലും സ്മാർട്ട് ടോക്കിലൂടെ ഞങ്ങൾ ഇതുപോലെ നല്ല നല്ല നമുക്ക് ആയിട്ട് സംവദിക്കാൻ പറ്റുന്ന നല്ല നല്ല ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് സപ്പോർട്ട് കൂടെ ഉണ്ടാവും അല്ലെ. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്തൊന്നും പറയണ്ടെന്ന് ടോമിച്ചിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നല്ല കണ്ടന്റ് കൊടുത്താൽ അവർ നമ്മുടെ കൂടെ കൂടും. അപ്പൊ ഞങ്ങളുടെ കൂടെ കൂടുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.